നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി കാഞ്ഞിരപ്പുഴ റിസർവോയറിൽ അപകടകരമായ ഓഫ് റോഡ് ഡ്രൈവിംഗ്. ജീപ്പുമായി വെള്ളത്തിലിറങ്ങി യുവാക്കൾ. കാഞ്ഞിരപ്പുഴ അണക്കെട്ടിലെ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി യുവാക്കളുടെ അപകടകരമായ യാത്ര. കാഞ്ഞിരപ്പുഴ റിസർവോയറിലെ ഇരുമ്പകച്ചോല മേഖലയിലാണ് ഓഫ് റോഡ് ജീപ്പുമായി യുവാക്കൾ വെള്ളത്തിലിറങ്ങി യാത്ര നടത്തിയത്. റിസർവോയറിലേക്ക് ഇറക്കിയ ജീപ്പ് വെള്ളത്തിലൂടെ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. വെള്ളത്തിലൂടെ കുറച്ചു ദൂരം വാഹനം ഓടിച്ചു പോകുന്നതും അതിനിടെ ജീപ്പിന് മുകളിൽ നിന്നിരുന്ന യുവാവ് വെള്ളത്തിലേക്ക് ചാടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാകാമെന്നാണ് സൂചന. അണക്കെട്ടിലേക്ക് അതിക്രമിച്ചു കടക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന അധികൃതരുടെ ബോർഡുകൾ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങളെല്ലാം അവഗണിച്ചാണ് സന്ദർശകർ റിസർവോയറിലേക്ക് കടക്കുന്നത്. വിനോദത്തിനൊപ്പം റീൽസ് ചിത്രീകരിക്കാനും നിരവധി പേർ വെള്ളത്തിലിറങ്ങുന്നുണ്ട്. പലയിടങ്ങളിലും കുഴികൾ ഉള്ളതിനാൽ ഏത് സമയത്തും അപകട സാധ്യത നിലനിൽക്കുന്ന മേഖലയാണിത്. ദിവസേന നിരവധി പേരാണ് കാഞ്ഞിരപ്പുഴ ഉദ്യാനവും അണക്കെട്ടും സന്ദർശിക്കാനെത്തുന്നത്. ഇവരിൽ പലരും ഇരുമ്പകച്ചോല, ചപ്പാത്ത്, വെള്ളത്തോട്, കൊറണക്കുന്ന് തുടങ്ങിയ ഭാഗങ്ങളിലേക്കും എത്താറുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകാറുണ്ടെങ്കിലും അതും അവഗണിച്ചാണ് പലരുടെയും കടന്നുകയറ്റം. അണക്കെട്ടിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യാത്തതിനാൽ വാഹനങ്ങൾ ചെളിയിൽ കുടുങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ദിവസങ്ങൾക്ക് മുൻപ് പാലക്കയം പായ്പുല്ലിൽ ഓട്ടോറിക്ഷ റിസർവോയറിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റ സംഭവവും ഉണ്ടായിരുന്നു. ഇത്തരം അപകടകരമായ യാത്രകൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ അണക്കെട്ടിലും റിസർവോയറിലും അനധികൃതമായി പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് 99 ന്യൂസ് പാലക്കാട്. നമസ്കാരം. 2026 പകുതിയിൽ ജെനിസിസ് ഏജ് കെയർ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ 1ാം ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ജെനിസിസ് ഗാർഡന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. എങ്കിലും പലയിടങ്ങളിൽ നിന്നും സ്നേഹസമ്പന്നരായ പല മാതാപിതാക്കന്മാരും അവരുടെ റിട്ടയർമെന്റ് ജീവിതം ചെലവഴിക്കുവാൻ ജെനിസിസ് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങൾ 1ാം ഘട്ടത്തിൽ നിർമ്മിച്ച എല്ലാ റൂമുകളിലും ഏകദേശം റെസിഡൻസ് നിറഞ്ഞതിനാൽ ജെനിസിസ് ഗാർഡൻ ഏജ് കെയറിന്റെ 2nd പാർട്ട് ബിൽഡിംഗ് പണികൾ ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ റിട്ടയർമെന്റ് ജീവിതം നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.